deve andare a supermercati grandi a metro, visto? E dice di sì, ma poi viene. È vero? Conosci? Grazie. Ciao. È mio cugino, Ah, piacere! Buongiorno. Bene, tu? Bravo. A dopo. ഇവിടെ നിന്നൊക്കെയാണ് സാധനങ്ങൾ മേടിക്കാറ്. അവിടെ പച്ചക്കറികൾ വാങ്ങുന്നത്. ഓക്കെ. പച്ചക്കറി സ്പൂണും ഒക്കെ ഉണ്ടോ അവിടെ? ആ ഓ കൊർച്ചീനോന്ന് പറയും കൂടിനെ. നല്ലതാ. മുളകൊക്കെ ഉണ്ടല്ലോ. മുളകുണ്ട്, എല്ലാം കിട്ടും. ഇങ്ങനെ പിന്നെ ഇന്ന് വെള്ളിയാഴ്ച, പിന്നെ വേറെ ദിവസം ഏതാന്നറിയില്ല. ഇങ്ങനെ രാവിലെ മാർക്കറ്റിങ്, വൈകുന്നേരം ഇവിടെ മുഴുവൻ ആൾക്കാര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇത് മൊത്തം കവറായിരിക്കും ആൾക്കാര്. ഇതിന്റെ പുറത്ത് ഉണ്ടാകും ബാറിന്റെ മുമ്പിൽ ആൾക്കാരൊക്കെ. ഇവിടെ ബാറുകൾ മാത്രമേ ഏത് പള്ളി കണ്ടാലും അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ അത് ശരിയാ. ഇവിടെ രാത്രി 3 മണി വരെ ആൾക്കാര് വർത്താനം പറഞ്ഞു ഉല്ലസിച്ച് പാട്ട് പാടി ജീവിക്കുന്ന രീതി. ഇപ്പൊ എല്ലാവരും കിടന്നുറങ്ങാൻ പോയി കാണും. ഇപ്പൊ രാത്രിയുടെ ജീവിതം പകലും ഒരു 10-12 മണി വരെ കിടന്നുറങ്ങും. പിന്നെ ആ പള്ളി നമ്മള് പോയി കണ്ട പള്ളി ഇനി അങ്ങോട്ട് പോകാൻ കാരണം. പിന്നെ ഇത് നമ്മൾ കണ്ട സ്ഥലമല്ല അന്ന് കണ്ടത്. ഇല്ല നമ്മൾ കണ്ടില്ലായിരുന്നു. കണ്ടൂടാ? കണ്ടായിരുന്നോ? നമ്മൾ പറഞ്ഞില്ലേ പിന്നെ എന്താ പറയാ, ഇത് ഞങ്ങള് വരുന്ന ഫാർമസി. ഇവിടെയാണ് ഞങ്ങളുടെ ഫാർമസി. ഞങ്ങൾ വാങ്ങിക്കാൻ വരുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ പട്ടി അങ്ങനെ പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല പട്ടി വളർത്തലൊന്നുമില്ല. പട്ടിയും പൂച്ചയൊന്നുമില്ല. മനുഷ്യനെ നോക്കുന്നുള്ളൂ. പിന്നെന്താ പറയാ, ഈ സ്ഥലത്തിന്റെ പേരാണോ ഗലീലി എന്നുള്ളത്? അല്ല, ഈ സ്ഥലം ബോർഗോ അല്ല. ഇവിടുന്ന് വിയ ബോർഗോ ആണ് രണ്ടും. ഇത് ബോർഗോ സ്ട്രെത്തോ എന്ന് പറഞ്ഞാല് ഇടുങ്ങിയ ബോർഗോ, ബോർഗോ ലാർഗോ എന്ന് പറഞ്ഞാല് പിന്നെ വലിയ ബോർഗോ. ഈ സ്ട്രീറ്റിന്റെ പേരാണ് ബോർഗോ സ്ട്രെത്തോ, ബോർഗോ ലാർഗോ. ലാർഗോ പെർക്കെ ലാർജ്. പക്ഷെ ഇത് ഭയങ്കര ക്ലീൻ ആണ് കേട്ടോ. ഭയങ്കര ക്ലീൻ ആണ്. ക്ലീനിങ് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വണ്ടി പാസ് ചെയ്യും ക്ലീനിങ്ങിന് വേണ്ടിട്ട്. 5 മണിക്ക് തുടങ്ങും. ആ സ്വരം ആ സ്വരം കേട്ടിട്ടാണ് എഴുന്നേക്കുന്നത്. കാരണം ഭയങ്കര സ്വരമായിരിക്കും ആ വണ്ടിക്ക്. കണ്ടോ അവിടെ ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്നു. കൂടുതലും ഇപ്പൊ നിലവില് ഇവിടെ ഉള്ളത് ടൂറിസ്റ്റുകളല്ലേ? മൊത്തം ടൂറിസ്റ്റുകളും സ്റ്റുഡൻസുകളാണ് കൂടുതലും. സ്റ്റുഡൻസ് പീസ ഫുൾ ഓഫ് സ്റ്റുഡൻസ്. കാരണം അക്കാഡമികളുണ്ട്. എല്ലാ രീതിയിലുള്ള അക്കാഡമി ഇവിടെ കാണാൻ പറ്റും. മാത്തമാറ്റിക്സ്. നമ്മുടെ മലയാളികൾ അങ്ങനെ ആരെങ്കിലും പഠിക്കണമെന്ന് അറിയോ? മലയാളികള് ചിലവര് കുറച്ചു പേരുള്ളൂ മലയാളീസ്. അല്ലാത്തവര് വേറെ രാജ്യത്തു നിന്നൊക്കെ ഉള്ളതാ. ഞാൻ മലയാളീസിനെ അങ്ങനെ കൂടുതലായിട്ടൊന്നും കണ്ടിട്ടില്ല. 1-2 പേര് ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സാധാ സ്കൂട്ടർ വെസ്പ. അത് വെസ്പയാണ്. വെസ്പ നമ്മുടെ നാട്ടിലുണ്ടത്. സൈക്കിള്. പിന്നെ കണ്ടമാനം ഹോണടിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ പാടില്ല. ഹോണടിക്കുന്നത് ഇത് പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അത്രയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സമയമാണെങ്കിൽ മാത്രമാണ് അടിക്കാവുള്ളൂ. ഞാൻ ഇന്നലെ മറ്റേ പള്ളിയുടെ സെന്റ് ലോറൻസ് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്.
അപ്പൊ ഒരു വണ്ടി തൊട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ എന്നെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാനിത് അറിയുന്നില്ല, കുറെ പേര് എന്നോട് എന്തോ പറയുന്നുണ്ട്. അവസാനം തിരിച്ചു ഞാൻ പേടിച്ചു, വലിയൊരു വണ്ടി. അല്ല, അവർക്കൊരു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഹോൺ അടിക്കാൻ പാടില്ല, അതാണ്. അപ്പോഴാണ് ഞാന് അന്ന് പിന്നെ പാല് വാങ്ങുന്നതിന് മുമ്പ് നിന്നെ ബാഞ്ഞു ദി നെറോണെ, അതായത് നെറോൺ ചക്രവർത്തി പോയ ബാത്റൂം. ഓ, ബാത്റൂമോ? അതും ഇവിടെ ഒരു ഇതാക്കി വെച്ചേക്കുവാണ്. അത് കാരണം റോമൻ സ്റ്റൈലല്ലേ, അപ്പൊ അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പൊ പേര് നെറോണയുടെ ബാത്റൂം എന്ന് പറഞ്ഞുകൊണ്ടാണ് പേര് അറിയപ്പെടുന്നത്. പക്ഷെ റോമൻ സ്റ്റൈലുള്ള കാരണകൊണ്ടാണ് അവരത് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇവിടെ കണ്ട ചൈനീസുകളുടെ മാർക്കറ്റ് ഇതൊക്കെ കേട്ടോ, മിനി മാർക്കറ്റ്. ഈ ഐറ്റംസ് ഒക്കെ ചൈനീസ്. ഇതൊക്കെ കണ്ടമാനം വർഷം പഴക്കമുണ്ടാവില്ലേ? പിന്നില്ലേ, ഇതൊക്കെ എന്താ പറയുന്ന പണ്ടത്തെ വണ്ടി വരുന്നു. ചേച്ചി ഒരു വണ്ടി വരുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്. ഓണടിച്ചില്ല. ഞാനായിരുന്നെങ്കിൽ ഓണടിച്ചാലും തെറിപ്പാട്ടും കഴിയും. അപ്പോഴേക്കും ഞാൻ ഇന്നലെ ആയാലും റോട്ടിലുള്ളപ്പോ ഞാൻ ഓണടിക്കും. അപ്പൊ അവര് നോക്കുന്നത് ഓണടിച്ചായിരുന്നു. പക്ഷെ ഉണ്ടോ ടാക്സിക്കാരൻ ഓണടിക്കാതെ പോയാണ്ടാ മര്യാദക്കേടാന്നാ ഹോണടിക്കുന്നത്. ഇപ്പൊ നമ്മുടെ UK-യിലാണെങ്കിലും ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം തെറി വിളിച്ചു. അതിപ്പോ പല ഹോണടിയിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. നീട്ടി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ തെറികളുടെ റേഞ്ച് കൂടും. അത് കാരണം ഹോണടി അമ്മാതിരി ഇല്ല, ഓണില്ല. പക്ഷെ ഇവിടെ ഭയങ്കര സ്ലോ ആണ് കേട്ടോ. ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ടൂറിസ്റ്റ് സെന്റർ അല്ലേ. അല്ല, ഞാൻ പാരീസിൽ വെച്ച് പോയിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കച്ചവടങ്ങളാണ് കൂടുതലും. മറ്റു രാജ്യങ്ങളും അതും ഇതൊക്കെ വന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യക്കാരുണ്ടെങ്കിൽ കൂടി കാമാണ്. അതൊരു നല്ല കാര്യമാണല്ലോ നീ കണ്ടത്. അതൊരു കാരണം നമുക്ക് ഫ്രാൻസിൽ നമ്മൾ നേരെ ചൊവ്വ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 8ന്റെ പണി കിട്ടും. ഈ പോണം. അത് വരയിലല്ലാതെ ഒരു ആക്സിഡന്റ് പറ്റിയ ഒന്നും കിട്ടില്ല. അത് വരയിലാണെങ്കിലും കിട്ടും. നമ്മുടെ സീബ്ര ലൈൻ വരയിലാണെങ്കിൽ വരയിൽ കൂടെ കിടക്കുമ്പോ നമ്മള് രാജാക്കന്മാരാണ്. ഇതൊരു അച്ഛൻ കുഞ്ഞാണ് ഇപ്പം ടീക്കനായി. Come stai? Tu sei andato in Brasile? È mio cugino lui, è mio cugino, sì. Ligio. In Scotland, Scozia. In Scozia. Sta lavorando in Scozia. Allora è venuto qui come fare un giro in Italia. Allora anche First time in Italy. Yeah, first time in Italy. Yeah. So your good name, please? My name is Tiago. Tiago. All right. Tiago. Like Okay. Tiago Silva. Tiago Martina. Yeah. You watch football, right? Yes. Oh, you are a I'm fan from of. Brazil. I'm from Brazil. Oh, great. Okay. Yeah. ഇപ്പൊ അച്ഛനായതുള്ളൂ. Quanti mesi che sei? Nemmeno 3 ancora. 3 mesi, vero? 3 mesi praticamente. 3 മാസമായുള്ളൂ അച്ഛനായിട്ട്. Oh, 3 months. Okay. So your ordination was in Italy or Here in Cathedral. Cathedral? All right. Okay. 23 June. Yes. Okay. So how long you have been here in Italy? In Italy, 7 years. 7 years. So you will Seminari, in seminari. in seminary. Okay. Okay. So, okay. So how did you get into Italy? Like why you didn't opt Brazil? It's like That's a tricky question. So I know it's a vocation. We have to Yes, work. yes, Wherever God calls us, we have to go there. it's a providential moment in my life that I met the actor of the seminary here. All right. That's Okay. And it seems to me that
that here's the road to go. And, Right. and it was a very important moment for me. Bravo. Yeah. Have a nice day. Nice to Thank Thank you. you. Cheers. Thank you. All right. Same to you. Bye-bye. Bye. Thank you. എന്താ Tiago. എടാ അതാണ് ബാഞ്ഞുതി നെറോണ എന്ന് പറയുന്നത്. ബാഞ്ഞുതി നെറോണ നെറോണയുടെ എവിടെ? അത് 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 കാണിച്ചരാം. അതാണ് പുള്ളിയുടെ അതാണ് പുള്ളിയുടെ കാഴ്ച ബാത്റൂം. Se trova un Flix costa 30 euro, venga. അത് കണ്ട നിന്നോട് ഞാൻ മൂറ് നീ അവിടുന്ന് നടന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. പീസ ഗോപുരത്തിൽ നിന്ന് നടന്ന് ഈ മൂറയുടെ മുഖത്ത് കയറി നടന്നാല് എല്ലാ പീസ മുഴുവൻ കാണാൻ പറ്റും എന്നുള്ളതാണ്. അത് അവിടുന്ന് പീസ അവിടുന്ന് ലൂക്ക വരെ നിനക്ക് നടന്ന് പോവാം. പിന്നെ അവിടുന്ന് പിന്നെ ട്രെയിൻ ലൂക്കയിൽ എന്താ കാണാനുള്ള? ലൂക്കയില് നല്ല സ്ഥല. പിന്നെ ഈശോയുടെ തിരു എന്താ പറയുന്ന ക്രോച്ച് സാന്താക്രോച്ച് കുരിശ്, അതായത് ഈശോയുടെ തിരുമുഖം സാന്താക്രോച്ച്. നല്ല അവിടെ പോവാണെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് അരമണിക്കൂർ കൊണ്ട് ലൂക്കയിലെത്തും. 20 മിനിറ്റ് കൊണ്ട് വണ്ടിക്ക്, അതേ ട്രെയിന്. അല്ല ഞാനൊരു അരമണിക്കൂർ 1 മണിക്കൂർ നമുക്ക് നടക്കാം, കവർ ചെയ്യാലോ. പക്ഷേ ഇതാണ് ഇത് നിന്നെ കാണിച്ചു തരണമായിരുന്നു നെറോണയുടെ ബാഞ്ഞ. പക്ഷെ ഈ ബിൽഡിംഗ് ആണ് അവര് നിർത്തിക്കൊണ്ടിരിക്കണ. കാരണം ഇത് തകർന്നതാണോ തകർത്തതാണോ? തകർന്നു. അത് പിന്നെ യുദ്ധത്തില് തകർന്നതാണോ എന്ന് പറയത്തില്ല. അപ്പൊ പക്ഷെ അവര് അതൊന്നും പിന്നെ ചുറ്റും മതില് കെട്ടി വെച്ചേക്കണ. കാരണം ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു അതാണ് ബാത്റൂം. ഏതാ പുള്ളിയുടെ പേരെന്ന് പറഞ്ഞ? നെറോണെ ബാഞ്ഞുതി നെറോണ എന്ന് പറയുന്ന നെറോൺ ചക്രവർത്തി റോമിലെ ക്രിസ്ത്യാനികളെ ചുട്ട് കരിച്ചു കളഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് റോമിനെ തീ കൊടുത്തു എന്നുള്ള ഒരു ഫേമസ് ആണ്. റോമൻ കത്തിച്ചത് ഇയാളാണ് എന്നാ പറയണേ. റോമ. ആ കാണുന്നത് ഏത് പള്ളിയാ? അതാണ് ഇവിടുന്ന് നേരിട്ട് പോയാല് അത് പീസയാ. തൊട്ടിപ്പുറത്തുള്ള ഇപ്പുറത്ത് പീസ ഗോപുരം. നിനക്ക് ഞാനിപ്പോ ഇതില് കേറി ലൂക്ക വരെ അങ്ങോട്ട് പോകാൻ പോകാൻ പറ്റും. നിനക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഞാനിപ്പോ ഇനി അങ്ങോട്ട് പോണം. എനിക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട്. അന്ന് നീ എങ്ങോട്ട് പോണേ? ഞാനിപ്പോ പിസ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കവർ ചെയ്ത് അങ്ങോട്ട് പോകുന്ന. അങ്ങനെ ചെയ്തോ. ശരി എന്നാ. ഓക്കെ, നീ വീട്ടിലോട്ട് വരുമ്പോ പറഞ്ഞു.